NSSും സുകുമാരൻ നായരും മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ശബരിമല വിഷയത്തിലാണ് പ്രധാനമായിട്ടും നിലപാട് മാറ്റം. ഇത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഒരിക്കലും ശബരിമലയെ വെച്ച് രാഷ്ട്രീയം കളിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ രാഷ്ട്രീയം കളിച്ചത് UDFും BJPയുമാണ് എന്നുള്ളതാണ് സുകുമാരൻ നായർ ഉയർത്തുന്ന ആരോപണം. പെട്ടെന്ന് ഒരു മലക്കം മറിച്ചിലിന്റെ കാരണം എന്താണ്? പ്രിയൻ, നമ്മുടെ നാട്ടിൽ കുറേ ഈ സാമുദായിക സംഘടനകളുണ്ട്. ഈ സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കാനാണ് ഈ സംഘടനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സമുദായത്തിന്റെ വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ സംസാരിക്കുകയും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്നിട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടും. ഇതാണ് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നൊരു കാര്യം. അപ്പോൾ അതിൽ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രസ്താവനകൾ. അത്രത്തോളം സ്വാധീനം ഇവർക്കുണ്ട്. അപ്പോൾ ഇതുപോലെ പല സമുദായ നേതാക്കളും അവരുടെ പ്രസ്താവനകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം ഇലക്ഷൻ അടുക്കുകയാണല്ലോ. അപ്പോൾ ഈ മൂന്ന് പാർട്ടികളും ഇവരുടെ പ്രസ്താവനകൾ എന്താണെന്ന് ഉറ്റു നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ വന്നിട്ട് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അത് എന്തോ വലിയ ഒരു ബോഷ്ക്ക് എന്താണ് പറയുന്നത്, ഒരു തട്ടിവിടുന്ന രീതിയിൽ അങ്ങ് പറയുകയാണ് അദ്ദേഹം. അതായത് ഇതൊക്കെ തനിക്ക് അറിയാവുന്നുള്ളൊരു കാര്യം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന നിലപാട്, അതായത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടെന്ന് പറയുന്നത് ഇടത് ചായ്വ് വ്യക്തമാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CPMനോടുള്ള ഇടത് ചായ്വ് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു നിലപാടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അയ്യപ്പ വിഷയത്തിൽ, അതായത് നമ്മൾ ശബരിമല വിഷയമാണല്ലോ, ശബരിമല യുവതീ പ്രവേശന വിഷയം, അതിൽ NSSന്റെ മുൻകാല സ്റ്റാൻഡ് എന്തായിരുന്നു നമുക്ക് നോക്കാം. അത് 2018 യുവതീ പ്രവേശന വിധി വരുന്ന സമയത്ത് അതിശക്ത നിലപാടെടുത്ത് ഭക്തർക്ക് വേണ്ടി നിലകൊണ്ട ആദ്യത്തെ സാമുദായിക സംഘടന NSS ആണ്. പല പരിപാടികൾ അവർ ഓർഗനൈസ് ചെയ്തിരുന്നു. ഇതര സാംസ്കാരിക സംഘടനകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ NSS സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു. അതായത് ഭക്തർക്ക് വേണ്ടി അതിശക്തമായിട്ട് വാദിക്കാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുൻനിര അഭിഭാഷകനായിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ് K. പരാശരനെയാണ് അവർ നിയമിച്ചത്. അപ്പോൾ അന്ന് അതുകൊണ്ട് കൂടിയാകാം ഈ റിവ്യൂ വന്ന സമയത്ത് ഈ കേസിന്റെ പരിഗണന ഒരു വിശാല ബെഞ്ചിലേക്ക് നോക്കണമെന്നൊരു തീരുമാനത്തിൽ, സുപ്രീം കോടതിയുടെ തീരുമാനത്തിനെ ആ ഒരു കാര്യമായിരിക്കും സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാം തന്നെ അന്ന് നായന്മാർ മാത്രമല്ല, മറ്റുള്ള ഹിന്ദുക്കളും അയ്യപ്പ വിശ്വാസികളും എല്ലാവരും തന്നെ സഹൃദയം സ്വീകരിച്ച ഒരു കാര്യമാണ്. അതേ തുടർന്ന് ഭക്തരോടൊപ്പം തന്നെ ഭക്തർക്ക് വേണ്ടി നിൽക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായി, പ്രസ്താവനകളൊക്കെ NSSന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമുക്കറിയാം, കോടിയേരിയുമായിട്ടുള്ള വാക്ക് തർക്കങ്ങളൊക്കെ അന്ന് വലിയ വാർത്തയായ കാര്യമായിരുന്നു. അപ്പം നിലപാടിൽ ഇപ്പോൾ അവരുടെ ഒരു NSSന്റെ എക്കാലത്തെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ സമദൂരം ശരിദൂരം എന്നുള്ളതാണ്. ആ നിലപാടിലാണ് ഇപ്പോൾ വെള്ളം ചേർത്തിരിക്കുന്നത്. അതായത് മാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തിനോട് ഒട്ടി NSS എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും കൊടുത്ത ഇന്റർവ്യൂവിൽ G. സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ LDF ഗവൺമെന്റ് ഈ ശബരിമല യുവതി അദ്ദേഹം പറയുന്നതാണ്. അതായത് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യമാണ്, LDF ഗവൺമെന്റ് ശബരിമല യുവതി പ്രവേശന നിലപാട് മാറ്റിയോ എന്ന് ഇദ്ദേഹത്തിനോടാണ് ചോദിക്കുന്നത്. LDF മാറ്റിയോ എന്ന് ഇദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ അവിടെ തന്നെ പ്രസക്തം ആണ്, അതിന്റെ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്നുള്ളതാണ്. അതിൽ തന്നെ വ്യക്തമാണ്, LDF നിലപാട് മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കായി പറയും, അല്ലേ? അത് പറയാത്തത് കൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകൻ ഇദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിപ്ലൈ എന്താണ്? അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? സുപ്രീം കോർട്ടിന്റെ പഴയ വിധി അവിടെ തന്നെ ഉണ്ടെങ്കിലും നടപ്പാക്കാൻ LDF സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല. എന്തൊരു കണ്ടുപിടുത്തമാണെന്ന് നോക്കണം. അപ്പോൾ 2018 ഈ വിധി ഡയറക്റ്റീവ് ആയിട്ടുള്ള വിധി അല്ലായിരുന്നു. അതായത് നിർദ്ദേശക സ്വഭാവമുള്ള വിധിയല്ല, സർക്കാർ ഇത് ചെയ്തേ മതിയാകൂ എന്നുള്ള തരത്തിലുള്ള വിധിയല്ല. എന്നിട്ടും 2 യുവതികളെ നമ്മളെല്ലാം കണ്ടതാണ്, 2 യുവതി പ്രവേശനം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത്. അത് സർക്കാർ അറിയാതെ നടക്കില്ല എന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് സുപ്രീം കോടതി എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നത്? അന്ന് ഇത് ഘോരം വാദിച്ച NSS ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി, ഇത്തരത്തിൽ ഡയറക്റ്റീവ് അല്ലാത്ത വിധി ഇങ്ങനെ സർക്കാർ ഇങ്ങനെ നടപ്പാക്കുന്നു ഘോരം വാദിച്ച അതേ ജനറൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ പറയുകയാണ് LDFന്റെ ഒരു ശ്രമവും ഉണ്ടായില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അന്ന് ഒരു കാര്യം കൂടെ പരിശോധിച്ച് നോക്കാം. LDFന്റെ ശ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ CPMന്റെ നിലപാടുകളൊന്നും ആലോചിച്ച് നോക്കുക, ഒന്ന് കേട്ടു നോക്കൂ. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ചരിത്ര നേട്ടം എന്നായിരുന്നു. എന്തോ വലിയ ചരിത്ര നേട്ടം എന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ചത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെ അനുകൂലിച്ചിരുന്നു. മൂന്നാമത്തത്
പല ഹൈന്ദവ സംഘടനകളും ഒന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഒരു യുവതി പ്രവേശിച്ചു എന്നൊരു വാർത്ത കേട്ടപ്പോൾ മുഖ്യമന്ത്രി ആക്ഷേപത്തോടെ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടായിരിക്കും, ഇന്ന് ഹർത്താലൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിച്ച ഒരു പാർട്ടിയോടൊപ്പമാണ് ഇപ്പോൾ സുകുമാരൻ നായർ ചേർന്നിരിക്കുന്നത്. ഇതിൽ സുകുമാരൻ നായരുടെ മറ്റൊരു മറുപടി കൂടി, അതായത് ശബരിമലയിൽ CPM-നെ വേണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ശബരിമലയിൽ CPM-ന് വേണമെങ്കിൽ യുവതികളെ പ്രവേശിപ്പിക്കാമായിരുന്നു. പക്ഷേ ആചാരങ്ങൾ നിലനിർത്താനാണ് ശ്രമിച്ചത്. എന്താ കഥയെന്ന് നോക്കുക. അതായത് സാമുദായിക കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട ആളുകൾ സാമുദായിക കാര്യങ്ങൾ നോക്കുക, രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക, രാഷ്ട്രീയ ബോധമില്ലാത്ത ആൾക്കാർ രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അല്ലെങ്കിൽ കൃത്യമായി ഇവിടെ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. കാരണം 2018 വിധി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു നാൾ വഴികൾ നോക്കാം. 2018 വിധി വരുന്നു, വിധി നടപ്പാക്കുന്നു. 2019 തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് മനസ്സിലായി പണി പാളിയിട്ടുണ്ട്. ഇലക്ഷന് മുമ്പേ തന്നെ ക്യാമ്പയിൻ നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി പ്രതീക്ഷിച്ചതുപോലെ കിട്ടുന്നു. 19-1 എന്നുള്ള ഒരു തിരിച്ചടി കിട്ടുന്നു. അതിനുശേഷം സമ്പർക്ക പരിപാടി, അതായത് വീട് തോറും കയറി ചെന്ന് രഹസ്യമായിട്ട് ചെയ്ത് തെറ്റായിപ്പോയെന്ന് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ വിചിത്രമായ കാരണങ്ങളാലാണ് സുകുമാരൻ നായർ ഇത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത്. അന്ന് നടന്നതൊന്നും ഇപ്പം ഞാൻ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല എന്നൊക്കെയാണ് സുകുമാരൻ നായർ പറയുന്നത്. അപ്പോൾ പിണറായിയുടെ കയ്യിൽ കുറേ വകുപ്പുകളുണ്ടല്ലോ, മുഖ്യമന്ത്രി വകുപ്പ് മാത്രമല്ല. ഇതിൽ ഏത് വകുപ്പ് കണ്ടിട്ടാണ് ഇദ്ദേഹം പേടിച്ചത് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇനി എന്തായാലും സുകുമാരൻ നായർ പറയുന്ന വേറൊരു കാര്യമാണ് BJP. ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ കേന്ദ്ര സർക്കാരും കോൺഗ്രസും ഒന്നും ചെയ്തില്ല എന്നുള്ളത്, അവർക്കിതിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമാണുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്നാൽ ഇങ്ങനെ എന്താണ് ഇദ്ദേഹം എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പോൾ ഈ സുകുമാരൻ നായർ ശ്ലാഘിക്കുന്ന CPM ഏതെങ്കിലും ഒരു നിലപാട്, അതായത് ഇവർ പറഞ്ഞ നിലപാടൊന്നും തിരുത്താതെ തന്നെയാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്, ആഗോള അയ്യപ്പ സമ്മേളനം. അതെന്തുകൊണ്ടാണ് രാഷ്ട്രീയമാണെന്ന് സുകുമാരൻ നായർക്ക് കാണാൻ കഴിയാത്തത്? അതിലെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ LDF സ്റ്റാൻഡ് മാറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് LDF ഈ സ്റ്റാൻഡ് അവരുടെ നിലപാട് മാറ്റിയോ എന്നുള്ള കാര്യം സുകുമാരൻ നായരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ നായർ കൺഫേം ചെയ്യുകയാണ്. അതായത് NSSന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നിലപാട് CPM മാറ്റിയിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് പബ്ലിക് ഇൻഫർമേഷൻ നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ല. അതായത് ഇദ്ദേഹത്തിനോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ പബ്ലിക് ഇൻഫർമേഷനിൽ എന്തായാലും ഇല്ല. തീർച്ചയായിട്ടും CPM നിലപാട് മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അതായത് അയ്യപ്പ വിഷയത്തിൽ, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലുള്ള യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ ഉറപ്പ് നൽകേണ്ടത് അയ്യപ്പ ഭക്തർക്കാണ്, അല്ലാതെ NSSന്റെ ജനറൽ സെക്രട്ടറിക്കല്ല. അപ്പോൾ അതിൽ മൊത്തത്തിലുള്ള ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ മൊത്തത്തിലുള്ള കസ്റ്റോഡിയൻ ആവാൻ വരേണ്ട ആവശ്യമില്ല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ. എന്തായാലും ഏതെങ്കിലും ഒരു NSS എന്നല്ല ഒരു സാമുദായിക സംഘടന അതിനെ ഏൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ എന്തായാലും NSS സർക്കാരും തമ്മിലുള്ള വിഷയമായിരുന്നു ഇതെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കുക. ഇത് അങ്ങനെയല്ല. അപ്പം പിന്നെ ഇവിടെ ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള, അതായത് സുകുമാരൻ നായർ അദ്ദേഹം പറയുന്നത് അവിടെയുള്ള എല്ലാ പ്രശ്നം പരിഹരിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പിന്നീട് വാസവനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, സ്ത്രീ പുരുഷ സമത്വം, ലിംഗതുല്യത, ലിംഗനീതി, ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ഡിക്ലെയർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻസ്. ഇതിൽ നിന്ന് ഇവരിപ്പോഴും മാറിയിട്ടില്ല. ഇതിൽ വെള്ളം ചേർക്കാൻ അവർ പരസ്യമായിട്ട് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ മാറ്റി എന്നുള്ള യാതൊരു കൺഫർമേഷനും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പോളിംഗ് ദിവസം ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോടും പറഞ്ഞ് കേരളം ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്, വിശ്വാസങ്ങളും മൂല്യങ്ങളും സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് നായർ സമുദായം പോലും കേട്ടില്ല എന്നുള്ളതാണ്. കാരണം 99 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് CPM ഭരണത്തിലേക്ക് വന്നത്. അതുമാത്രമല്ല, ഭക്തരുടെ പക്ഷത്ത് നിൽക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണോ, വിശ്വാസികളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു അഫിഡവിറ്റ് തയ്യാറാകുമോ, അതിൽ വ്യക്തത വരുത്തണം എന്നൊക്കെ ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു 2021 ഫെബ്രുവരി 9. അതെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതൊന്നും അദ്ദേഹത്തിന് അറിയേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിനോട് വ്യക്തിപരമായി പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് ഏത് പോളിസിയാണ് ഈ സർക്കാർ മാറ്റിയതെന്ന്, ഇപ്പോൾ മാറ്റിയത് ഏത് പോളിസിയാണെന്നുള്ള സുകുമാരൻ നായർ വിശദീകരിക്കണം. സുകുമാരൻ നായർക്ക് അങ്ങനെ അത്തരത്തിലൊരു കത്ത് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം.
എന്തായാലും ഇതിനകത്ത് പറയാനുള്ള അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വനിതാ മതിൽ നടത്തുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിന്റെ പല പല നിലപാടുകൾ കണ്ടതാണ്. ചെകുത്താന്റെ നാട് ആകാൻ പോവുകയാണ്, ചെകുത്താന്റെ നാടായി കഴിഞ്ഞത് കൊണ്ടാണോ ഇനിയിപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് സുകുമാരൻ നായർ ഉപദേഷ്ടാക്കളും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നായർ സമുദായം എന്ന് പറയുന്നത് വളരെ യുക്തിയോടെ ചിന്തിക്കുന്ന പെരുമാറുന്ന ഒരു സമൂഹമാണ്. അവർക്ക് ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത്, ആരാണ് നിലപാട് മാറ്റുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കണം. പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ അഫിഡാവിറ്റ് കൊടുത്തു എന്നൊക്കെയുള്ള ദേവസ്വം ബോർഡല്ല അത് പറയേണ്ടത്, അത് പറയേണ്ട സർക്കാരാണ്. കാരണം ദേവസ്വം ബോർഡും സർക്കാരും രണ്ട് കക്ഷികളായിരുന്നു ഈ കേസിൽ. അപ്പോൾ സർക്കാരിന്റെ സുപ്രീം കോടതി നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ്. യുവതീ പ്രവേശന വിലക്ക്, അതായത് യുവതീ പ്രവേശനം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള അനിവാര്യതയല്ല, ആചാര പദ്ധതികളുടെ ഭാഗമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും അവിടെ പ്രവേശിക്കാം. പിണറായി വിജയൻ അങ്ങനെയായിരുന്നു പിണറായി വിജയൻ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡാവിറ്റിൽ പറയുന്നത്. എന്തായാലും സ്വകാര്യ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നായർ സമുദായത്തിലുള്ളവരെല്ലാം എന്താണ് പറയുന്നത്, അങ്ങനെ ഇദ്ദേഹം പറയുന്നത് സുകുമാരൻ നായർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോണം എന്ന് ആരെങ്കിലും ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് NSSന്റെ ആസ്ഥാനത്ത് പോയി പറഞ്ഞുകൊള്ളണം എന്ന് മാത്രമേ പറയാനുള്ളൂ.